ഹലോ മക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാ ചെറിയ സംസാരം. നമ്മുടെ സംസാരം ഇഷ്ടമല്ലേ? മക്കൾക്ക് ഇഷ്ടമല്ലേ? അപ്പം ഇന്നൊരു സംസാരം ആക്കാന്ന് വിചാരിച്ചു മമ്മി. പിന്നെ തന്നെയല്ല, മമ്മിക്ക് സന്തോഷകരമായൊരു കാര്യം പറയാനുണ്ട് മക്കളോട്, എൻ്റെ സബ്സ്ക്രൈബർ മക്കളോട് പറയാനുണ്ട്. എന്താണെന്ന് പറയാട്ടാ, വഴിയേ പറയാം. അപ്പം ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം? മക്കൾക്ക് എങ്ങനെയുണ്ട് ചൂട്? മമ്മിക്ക് സഹിക്കാൻ പറ്റാനുള്ള ചൂട്, ഭയങ്കര സഹന ചൂടിൻ്റെ. ഇതുണ്ട, കുളിച്ച ഉടനടി മുടിയൊക്കെ കെട്ടി വെച്ചൊക്കെയാണ് ഇരിക്കണേ മമ്മി. ചൂട് ആയിട്ട് ഉണങ്ങാനൊന്നും അനുവദിച്ചിട്ടില്ല. പിന്നെ ദേനോയിൽ വയർത്തിട്ട് ഒഴുകയാണ്, കുടയാണ്. ഞങ്ങൾക്ക് പിന്നെ അവിടെ ഫാൻ ഇട്ടേക്കണ കാരണം ഇച്ചിരി കാറ്റുണ്ട്. ഇവിടെ ഇതില്ലാത്ത കാരണം ഇന്ന് ഇങ്ങനെ ഇരുന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തെന്നാ പറയുക, എല്ലാവരും രാത്രിയാണ് വീഡിയോ എടുക്കണേ, അറിയാലോ നിങ്ങൾക്ക്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ സുഖമായിട്ടിരിക്കണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയാ, പറയാനായിട്ട് ഒരിത് കിട്ടണില്ല എന്നല്ല, വനമാലനെ വിളിച്ചിട്ട് വന്നില്ല. ബിഗ് ബോസ് കണ്ടിരുന്നു, ബിഗ് ബോസിന്റെ ബിഗ് ഫാനാണ്. അപ്പം ഇരുന്ന് കാണാൻ മോഹൻലാൽ വന്നവൻ വീഡിയോയിലിങ്ങി. മോഹൻലാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം വരാം, അങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, അവരുടെ ഇഷ്ടമല്ലേ ഏറ്റവും വലുത്. നമ്മള് റോളക്സും അവൻ്റെ റൂമിൽ കയറി, അവൻ്റെ മുറിയിൽ ബെഡുണ്ട്, റോളക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും ചേട്ടനെ അനിയനായിട്ട് ഇവിടെ കിടക്കണേ. കുട്ടികളെയൊക്കെ പൂട്ടി. റോളക്സ് അതുവരെ ഈ വേനലാവണ വരെ നമ്മുടെ മമ്മിയുടെ കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുള്ളായിരുന്നു. പക്ഷെ വേനല് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആള് AC ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ, അവന്റെ റൂമില് AC ഉള്ള ഇവിടെ, അപ്പൊ AC ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആള് പിന്നെ റൂം തുറന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങൂല. ഞാൻ അബദ്ധവശാല് മൂത്രം ഒഴിക്കാനായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വന്ന് മൂത്രം ഒഴിച്ചും കൊണ്ട് ഞാൻ പറയും ഇനി പുറത്തിരിക്കുക. അപ്പൊ ഇവിടത്തെ ഫാൻ, ഹാളിലെ ഫാൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഇരിക്കാൻ മോനെ എന്ന് പറഞ്ഞ് ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ല, ഇവൻ ഇരിക്കില്ല. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, റോയലിന്റെ റൂമിന്റെ വാതിക്കെ ചെന്നുകൊണ്ട് വാതിൽമേല് തോണ്ടി അവനെ എനിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. എന്നിട്ട് അവിടെ പോയി കിടക്കും. ഇപ്പം അവിടെയാണ്. ഇവിടെ നടന്നിരുന്നു. അപ്പം ഞാൻ കൂടെ ചെല്ലുന്ന എഴുതിയിട്ടാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ ഇത് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വേഗം ചാടി കയറി അവൻ്റെ ബെഡിൽ പോയി കിടക്കുക. അല്ലെങ്കിൽ എന്നെ കാണാണ്ടിരിക്കാത്തവനാ. ഇപ്പൊ AC മതി, മമ്മിനെ വേണ്ട, ഒന്നും വേണ്ട, അവിടെ കിടന്നോളും, അവിടെ ഇങ്ങനെ കിടന്നോളും. പിന്നെ ഇതാണ്, ഇത് ഞങ്ങൾ രണ്ടെണ്ണം അകത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇത് അകത്ത് വെച്ച് കഴിഞ്ഞത് വാടി പോകുന്നു വിചാരിച്ച. ഞാൻ മമ്മിനോട് പറഞ്ഞു ഇത് അകത്തേക്ക് എടുത്ത് വെച്ചപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ വളരണ ചെടിയാണ്. പക്ഷെ പെട്ടെന്ന് നന്നായി വളരണുണ്ട്. കുറച്ച് നല്ല ഗുണങ്ങളുള്ള, അതായത് വീടിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഒക്കെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മ അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മ കിട്ടി, അങ്ങനെ എടുത്ത് വെച്ചപ്പോ അങ്ങനെ നല്ല ഭംഗിയിൽ ഇരിക്കണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഞാൻ തൊട്ട് നോക്കും. ഇതിന്റെ കടയിൽ വന്ന് ഉണക്ക് പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. മക്കളേതേ കഴിഞ്ഞ ആഴ്ച ഞാനൊരു നെയിൽ ആർട്ട് ഇട്ട് ഇവരോടൊന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇത് കണ്ട നല്ല ഭംഗിയില്ലേടാ. നല്ലതല്ലേ? അതിട്ട് അത് കണ്ട് അവനവിടെ ചിരിക്കണ്, ബിഗ് ബോസ് കണ്ട് ചിരിക്കണ്. പിന്നെ മക്കളെ, മമ്മി വന്നത് പ്രത്യേകമായ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയ? മമ്മിയുടെ സബ്സ്ക്രൈബർ മോൻ ഒരാള്, പേര് സുനീഷ് അല്ല, മനീഷ് MP. മനീഷ്
MP എന്ന് പറഞ്ഞൊരു മോൻ. ഞങ്ങൾക്ക് അറിയില്ല, ഇത് കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷെ മമ്മിക്ക് തീരെ വയ്യാർന്ന്, ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് ഒട്ടും വയ്യ. അങ്ങനല്ല, ഇതിപ്പോ സാധനം ആമസോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞങ്ങളൊന്നും ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടില്ല. ആമസോണിൽ നിന്നല്ല, ഞങ്ങൾ ഒരു സൈറ്റിൽ നിന്ന് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇത് എന്തിട്ടാന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നുണ്ടായില്ല. ലാസ്റ്റ് ഇവിടെ വന്ന് ഈ സാധനം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ബെല്ല ഡിസിൽവല്ലേന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് സാധാരണ കൊണ്ടുവന്ന് തന്നെ ഒരു ചെറുക്കനാണ്. അപ്പം ആള് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന് ഞാനിത് മേടിച്ചിട്ട് എനിക്കാണല്ലോ ബെല്ല ഡിസിൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒന്നും ഞാൻ തുറക്കാറില്ല. അവർ വന്നിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിക്കാറാണ് ഞാൻ പതിവ്, തുറക്കൊന്നുമില്ല. ഇത് ബെല്ല ഡിസിൽവ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും തുറന്നിട്ട് മമ്മിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയണ ഒരു ഇതാണ് മക്കളെ. പൊന്നോ പറയണ്ട, ഇത് കണ്ട എൻ്റെ സബ്സ്ക്രൈബർ മോൻ ദേ മമ്മിക്കൊരു ജോഡി പാദസ്വരം കണ്ടത് കാണു മക്കളെ, നിങ്ങൾ കാണു. ഇതണ്ട, എനിക്ക് എന്താ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ മോനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. മോനെ ദേ ഈ വീഡിയോ മോനെ എങ്ങനെയായാലും കാണും. ദേ മമ്മിക്ക് അയച്ചു തന്ന ഗിഫ്റ്റ് ദേനാട്ടാ. മമ്മിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടായി. അയ്യോ പിന്നെ കളിയാക്കല്ലേടാ, എൻ്റെ സബ്സ്ക്രൈബർ മക്കൾ എനിക്ക് അയച്ചു തന്നത് പിന്നെ ഇഷ്ടപ്പെടാണ്ടും മമ്മിക്ക് നല്ല ഇഷ്ടമായി, നല്ല സന്തോഷമായി. പിന്നെ എന്താ മമ്മി മമ്മി ഫാസർ ഇടില്ല മോനെ. അപ്പം അമ്മൂസിന് കൊടുക്കാല, ഞാനിടണ പോലെ അമ്മൂസ് ഇടയ്ക്ക് മാറി ഇടട്ടെ. അപ്പം അമ്മൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണം. മമ്മിയുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് മാത്രം ഇത്തിരി നാളുകൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ പാദസരം എന്ന് പറയുന്നത് മമ്മി ഇട്ടിട്ടില്ല. പിന്നെ ഇത് തന്ന് ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടാ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോനെ. ഹായ് ഒരായിരം ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ പേര്. ആ പേര് മനീഷ് MP. അല്ല, എനിക്ക് എന്നിട്ട് കമന്റ് ഇട്ടിരുന്ന ആള് മമ്മിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, കിട്ടിയ മമ്മീന്നും ചോദിച്ചുകൊണ്ട്. അപ്പൊ അപ്പൊ മമ്മിക്ക് കിട്ടി. കമന്റ് വീഡിയോയിൽ വെച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ മമ്മിക്ക് ഇത് കിട്ടി. ഒരുപാട് സന്തോഷം ട്ടോ മോനെ. എത്ര രൂപയുണ്ടാവും മോനെ? എന്തിനാ മോനെ വെറുതെ. പിന്നെ എന്താ പറയാനുള്ളേ? അപ്പോൾ ഒരുപാട് സന്തോഷം മക്കളെ. ഇത് കണ്ട. പിന്നെ മമ്മി ഒന്ന് ചോദിക്കട്ടെ, മോനിത് മമ്മിയുടെ അഡ്രസ്സ് എങ്ങനെ കിട്ടിയേ? അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മമ്മിനോട് പറഞ്ഞോളൂ ഇതെങ്ങനെ മമ്മിയുടെ അഡ്രസ്സ് കിട്ടിയെന്നൊന്ന് മമ്മീനെ അറിയിച്ചോളൂ, കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ മോൻ്റെ വീട്ടിലെല്ലാവരെയും മമ്മി ഒരുപാട് അന്വേഷിച്ചെന്ന് പറയണം. സന്തോഷം. മോനെപ്പോഴും 1000 ആരോഗ്യ സൗഖ്യത്തോടു കൂടി മോനിരിക്കട്ടെ. പക്ഷേ നിനക്ക് അതന്നെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. മക്കള് പോലും മമ്മിയുടെ വാങ്ങിച്ചു കൊടുത്തല്ലേ ഗിഫ്റ്റ്. ഗിഫ്റ്റുകൾ മേടിച്ച് തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, അതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതായി മമ്മീനെ എത്രത്തോളം ഇതിൽ നിന്ന് മനസ്സിലാക്കാം മമ്മീനെ എത്രത്തോളം ഇഷ്ടപ്പെടണ്ടെന്ന്. എല്ലാവരും എത്ര നെഗറ്റീവ് കമൻ്റ് ഉണ്ടായാലും ഈ ഒരെണ്ണം മതിയിൽ എനിക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ. നെഗറ്റീവ് കമൻറ്റുകൾ അതിപ്പോൾ ഇട്ടാൽ ആരും ഇടും മക്കളെ, അതുകൊണ്ട് മമ്മി അതൊരു പ്രശ്നമായിട്ടൊന്നും എടുക്കണില്ല. പക്ഷേ ഇതൊരെണ്ണം മതി മമ്മിക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഒരുപാട് മമ്മി ഇപ്പം ഇന്നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി മമ്മി പറഞ്ഞിട്ടുണ്ടായി ഒരുപാട് ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മമ്മിനെ അറിയണവരുണ്ടെന്ന്. അതേപോലെ ഞങ്ങളുടെ ഇടവകപ്പള്ളി ചെല്ലുമ്പോൾ അറിയണവരുണ്ട്, കാണാറുണ്ട് ട്ടാ എന്ന് വീഡിയോ കാണാറുണ്ട് ട്ടാ എന്ന് പറയണവരുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ 2 ആങ്ങളെയും പെങ്ങളാണ്, 2 കുട്ടികൾ. ഇതിനകത്ത് പേരെടുത്ത് പറയണ കാരണം നിങ്ങളെല്ലാവരുടെയും പേരെടുത്ത് പറയരുതെന്നല്ല, മമ്മി അറിയണവർ. മമ്മി ഒരു ബുക്കിൽ എഴുതിയെടുത്തുകൊണ്ട് മമ്മി ഒരു ദിവസം കുറച്ച് ഞാനും അമ്മൂസും കൂടിയും ഒരു വീഡിയോ
ചെറുതായിട്ടൊരു വീഡിയോ തയ്യാറാക്കാം. അതല്ല, നമ്മള് മറ്റേ Q&A നടത്താനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ലൈവ് അങ്ങനെ ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങള് ഒരു കമന്റ് ഇടുമ്പോ അപ്പൊ ആ കമന്റ് ചോദ്യമായിട്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ അതൊക്കെ എഴുതി വെച്ചിട്ട് അത് എഴുതി വെച്ചിട്ട് ലൈവ് വേണ്ട മക്കളെ. നമ്മുടെ വീഡിയോയിൽ ഇപ്പം നമ്മ ഇങ്ങനെ കാണുന്നുണ്ട്, പിന്നെ എന്തിനാ ലൈവ്? പിന്നെ എവിടെയെങ്കിലും വെച്ചൊക്കെ മമ്മീനെ അറിയണവർ വന്ന് സംസാരിച്ച മമ്മി ഒട്ടും പുറകോട്ട് പോകില്ല, അങ്ങോട്ട് വന്ന് സംസാരിക്കും. മമ്മീനെ ഒന്ന് നോക്കി ചിരിച്ചാൽ ഇവരെന്നെ കളിയാക്കും. ഈ ചെക്കന്മാരെന്നെ കളിയാക്കും. അമ്മൂസൊന്നും പറയില്ല കേട്ടാ. ഈ ചെക്കന്മാരെന്നെ കളിയാക്കും. അവര് വേറെ ആരെങ്കിലും നോക്കി ചിരിച്ചതായിരിക്കും. മമ്മി ഓടിച്ചെന്ന് അങ്ങോട്ട് വർത്താനം പറയുന്നത്. പക്ഷെ ആരെങ്കിലും എന്നെ നോക്കി നമ്മളെ ഇപ്പം അറിയണവർ കണ്ട് ഇത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിരിക്കുമ്പോഴേ നമ്മൾ അറിഞ്ഞിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് വേറൊരു വഴിക്കും നമ്മൾ അറിയണില്ല, നമ്മളെ വീഡിയോ കൂടിയാണ് അറിയണേന്നുള്ളത് നമുക്കറിയുമ്പോൾ നമ്മ എന്തിനും മക്കളെ മിണ്ടാണ്ടിരിക്കണേ? നമ്മ ചെല്ലണം, ചിരിക്കണം, വർത്താനം പറയണം, പേര് ചോദിക്കണം, ഷെയ്ക്കൻഡ് കൊടുക്കണം. അങ്ങനെയൊക്കെ മമ്മി ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എന്ത്, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇടവകപ്പള്ളി ചെന്നപ്പോൾ ഒരു ക്രിസ്റ്റിയ അങ്ങനത്തെ 2 കുട്ടികൾ ഒരുപാട് നേരം എന്നോട് വർത്താനം പറഞ്ഞു. അമ്മു ചേച്ചി എന്തേ? അപ്പോൾ അമ്മു ഫ്രണ്ടിൽ, ഞാൻ ബാക്കിലായിരുന്നു. അപ്പോൾ അമ്മു ചേച്ചി എന്തേ? നോയൽ ചേട്ടൻ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല, ടെക്നോനെ കണ്ടിട്ടുണ്ട്. ടെക്നോയിട്ട് ഒരു ദിവസം ഞാൻ സെൽഫി എടുത്ത് മമ്മി. പിന്നെ അപ്പം ഞാൻ കൈ ഇങ്ങനെ ഇതായിപ്പോൾ എന്തേ മമ്മി കൈ വേദന എടുക്കണ്ട, പൊതിച്ചോറ് നല്ലതായിരുന്ന, അമ്മു ചേച്ചി കഴിച്ച, റോളക്സ് ഡ്രസ്സ് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് മമ്മി എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ മക്കളെ ക്രിസ്റ്റിയ ഹായ്. പിന്നെന്താ പറയാ, ഞങ്ങ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചൂടായിട്ട് നോയലിന് ഭയങ്കര ചൂടാ, ഭയങ്കര ഇതായിട്ട് ഇരിക്കേ. ഞാൻ പറഞ്ഞു നമുക്ക് 4 പേർക്കും കൂടി റോയുടെ മുറി കിടക്കാടാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഇല്ല വേണ്ട മമ്മി, ഞങ്ങളുടെ ഇതിൽ ചൂടിൽ കിടന്നോളാം. അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല. അവൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ അത് ഒരുപാട് കൊള്ളണതും നല്ലതല്ല. ഭയങ്കര ശരീരം വേദനയൊക്കെയാണ്. നേരം വിളിക്കുമ്പോഴേക്കാ ഭയങ്കര ശരീരവേദന ഇതൊക്കെയാണ്. എന്തുകൊണ്ട് AC-യുടെ കാറ്റ്, AC-യുടെ തണവ്, കാറ്റല്ല AC-യുടെ തണവ്. പിന്നെ അതേപോലെ തന്നെ കറണ്ട് ബില്ലും അതേപോലെ തന്നെ കൂടി വരുന്നുണ്ട്. എന്താ ചെയ്യുക, ഈ ചൂടത്ത് ഇത്തിരി നേരം അതിൻ്റെ ഉള്ളിൽ പോയിരിക്കേണ്ട ഒരു രക്ഷയും. എന്ത് ചിരിക്കണേ? അതെങ്ങനെ കണ്ണുകൊണ്ട് ചിരിക്കണേ? കണ്ണു മാത്രമേ ചിരിക്കുള്ളൂ. അപ്പൊ ഞങ്ങള് എന്താ പറയാ, റോസ്മേരി ഇതൊക്കെ എന്താ അതൊക്കെ തേച്ചിട്ട് നല്ല റിസൾട്ട്. അമ്മുവിന്റെ ഇഷ്ടം പോലെ മുടി കൊഴിഞ്ഞിരുന്ന് വെച്ചതാണ്. ഇപ്പൊ മുടി കൊഴിയില്ല, ഞാനാണ് അമ്മുവിന് എണ്ണയിട്ട് കൊടുക്കാറ്. എണ്ണയിട്ട് കൊടുക്കും റോസ്മേരി ഞാനാണ് അമ്മുവിന് തലയിൽ തേച്ച് കൊടുക്കുന്നത്. ഇഷ്ടം പോലെ കുഞ്ഞി മുടികൾ, ഇതൊക്കെ അതിന് ശേഷം വന്നേക്കണ മുടികളാണ്. അതേപോലെ മമ്മി സ്ഥിരം അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ മമ്മിയും തേക്കുന്നുണ്ട്. മമ്മിയുടെ പിന്നെ തൈറോയിഡ് ഉള്ളവർക്ക് മുടി കൊഴിയും. മമ്മിക്ക് തൈറോയിഡ് ഉണ്ട്. മമ്മിക്കില്ലാത്ത അസ്വസ്ഥതകളൊന്നുമില്ല മക്കളെ. മമ്മി ഏത് നേരത്തെ എന്തോ ദൈവം കണ്ട് അതേപോലെയാണ് മമ്മി ഇരിക്കുന്നത്. അത്രയ്ക്ക് അസ്വസ്ഥതകളാണ് മമ്മിക്ക്. അസ്വസ്ഥതകൾ എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ പറയും അയ്യോ പഴംപൊരി ഉണ്ടാക്കിയ വീഡിയോയിൽ മിക്ക ആൾക്കാരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. പേപ്പറിൽ മമ്മിനോട് പറഞ്ഞതല്ലേ, പറഞ്ഞാൽ ഒട്ടും അനുസരിക്കില്ല അല്ലേ. ഒരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കി നമ്മ അതിനകത്ത് വിരിച്ചിട്ടപ്പോൾ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായി, ഈ ന്യൂസ് പേപ്പറിൽ ഒന്നും ചെയ്യരുത് മമ്മി, അങ്ങനെ അതിൻ്റെ മഷി ഉള്ളിച്ചെന്ന കംപ്ലൈൻ്റ് ആണ്. മക്കളെ സോറി ഇട്ടാ മമ്മി, ഇനി ചെയ്യില്ല. ഇനി ഒരിക്കലും മമ്മി ന്യൂസ് പേപ്പറിൽ ഒരു സാധനവും ചെയ്യില്ല കേട്ടാ. ഈ പ്രാവശ്യത്തേക്കും കൂടി മമ്മിനോട് ക്ഷമിക്കണം. പഴംപൊരി ഉണ്ടാക്കിയിട്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്ത് മമ്മിയുടെ തെറ്റാണ്, ശരി മമ്മി സമ്മതിച്ചു. മമ്മി പെട്ടെന്ന് അതതിനകത്ത് ഇട്ട്, മറ്റേ ടിഷ്യൂ പേപ്പർ ഉണ്ടായില്ല. അപ്പം നോയിലും പറഞ്ഞു ഇന്ന് ആ ന്യൂസ് അതിലങ്ങോട്ട് ഇടുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ മറന്നു പോയി മക്കളെ, ഞാനും ഇട്ട് അതിനകത്ത് ഒരുപാട് പഴംപൊരി ഇട്ട ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് പേര് മമ്മിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സോറി മമ്മി, മമ്മി അറിയാണ്ടല്ല മമ്മി അങ്ങനെ ചെയ്തു പോയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഇനി മമ്മി നിങ്ങൾ നോക്കിക്കോ, ഇനി മമ്മി പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ ഒരു സാധനം ചെയ്യില്ല കേട്ടാ, ഉറപ്പ്. ഓക്കെ. പിന്നെ അതൊരു കാര്യം. പിന്നെ ഇന്ന് ഞങ്ങൾ 2 പേരും അമ്മയും മോളും മാത്രമാണ് ഈ വർത്താനം പറയാം. എൻ്റെ ഇടക്ക് നോയൽ വീഡിയോ പിടിക്കുകയാണ്. അപ്പൊ പിന്നെ നോയലിന്റെ ശബ്ദം കേൾക്കാം. എനിക്ക് അങ്ങനെ സെൽഫി ആയിട്ട് എടുക്കാൻ അറിയില്ല, അതാണ് ഞാൻ ഇവർ 2 പേരും എടുക്കണം. തിരിച്ചെടുക്കുമ്പോ ഞാൻ ആകെ ഒരു ഇതായി പോകും.
അല്ല മറ്റേ ഇത് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ വെച്ചെടുത്താ പോരെ സ്റ്റിക്കില്ല, കയ്യിൽ പിടിച്ചെടുക്കണം. കൈ ഞാനതിന് നിങ്ങളുടെ കൂടെ വന്നിരുന്ന കഴിഞ്ഞാൽ ഒന്നും മിണ്ടൂല, സംസാരിക്കൂല. പിന്നെ ഞാൻ വന്നിട്ട് നോയലിന് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥകളായിരിക്കും. അതിന് നമ്മിപ്പോൾ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അല്ലാത്ത സമയത്ത് അവൻ വരണുണ്ട്, വീഡിയോയിൽ വരണൊക്കെ ഇടയ്ക്ക് വരണുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ മണി 10 മണി 10 മണിയായി. ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ മമ്മി. ഒരിക്കൽ കൂടി എല്ലാവരോടും സന്തോഷത്തോടുകൂടി സ്നേഹാന്വേഷണം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.